സുപ്രീം കോടതി ഒരു പുതിയ പരിപാടി ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, മറ്റേ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ വിവാഹം അത് ഹിന്ദു ആചാരപ്രകാരം നടത്തിയില്ലെങ്കിൽ അതിന് നിയമസാധുത ഇല്ല എന്നുള്ള നിലയിലുള്ള ഒരു പ്രസ്താവനയാണ് സുപ്രീം കോടതിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ എന്നാ അഭിപ്രായം? ഹിന്ദു ആചാരപ്രകാരം നടത്തുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അതാണ് എനിക്ക് മനസ്സിലാത്തത്. എന്തുമായിരിക്കും ഹിന്ദു ആചാരപ്രകാരം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ കേരളത്തിലെ ഹിന്ദുക്കൾ കല്യാണം കഴിക്കുന്നത് അത് തന്നെ പല രീതിയിലാണ്, പലതരം ആചാരപ്രകാരം നടത്തുന്നത്. അതിനൊരു ജാതി വ്യവസ്ഥ നിലവിലുണ്ടല്ലോ, അതനുസരിച്ചിട്ടാണ് അതിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഹിന്ദുക്കൾ കല്യാണം കഴിക്കുന്നത് വേറെ രീതിയിലാണ്. മറ്റേ മഞ്ഞ ചരടിൽ മഞ്ഞ കയർ അതിനകത്ത് താലിയൊക്കെ ഉരുത്ത് മഞ്ഞളൊക്കെ വരുത്തി വെച്ച് മൊത്തം മഞ്ഞൾ പരിപാടിയുണ്ട്. കർണാടകയിൽ ഹിന്ദുക്കൾ കല്യാണം കഴിക്കുന്നത് വേറെ രീതിയിലാണ്. നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും പലതരം വിഭാഗത്തിലുള്ള ഹിന്ദുക്കൾ കല്യാണം കഴിക്കുന്നത് പലതരം രീതിയിലാണ്. ഇതിന് ഏകീകൃതമായിട്ടൊരു രൂപം പോലും ഇല്ല. കാരണം ഹിന്ദുമതം അങ്ങനെ ഏകീകൃത രൂപമുള്ള ഒരു മതമല്ല. അതുകൊണ്ട് തന്നെ അത് അങ്ങനെയല്ലല്ലോ. അപ്പം അങ്ങനെ ഉള്ളൊരു മതത്തിൽ എങ്ങനെയാണ് ഹിന്ദു ആചാരപ്രകാരം ആൾക്കാർ കല്യാണം കഴിക്കുന്നത്? ഇപ്പോൾ കേരളത്തിലെ ഒരാൾ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കേസ് ഏതെങ്കിലും രീതിയിൽ സുപ്രീം കോടതിയിൽ ചെല്ലുകയാണെങ്കിൽ അവർ സമ്മതിക്കില്ല. ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച ഹിന്ദു ആചാരം അല്ല, ഞങ്ങളുടെ ആചാരം ഇങ്ങനല്ല എന്നൊക്കെ പറയല്ലേ. ഈ വെളിവ് കെട്ട മണ്ടന്മാരും പൊട്ടന്മാരും ഒക്കെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ ഇരിക്കുന്നത്. ഞാൻ മറന്നുപോയി. ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് പൊതുവെ ഒരു വെളിവില്ലായ്മ ഉണ്ടല്ലോ. ആ വെളിവില്ലായ്മ ഇങ്ങനെ ഒരു ക്യാൻസർ പോലെ പടർന്ന് നമ്മുടെ നിയമ സംവിധാനത്തിലോട്ടെല്ലാം കടന്നു കയറുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനത്തെ ചില പൊട്ട പ്രസ്താവനകൾ അവർ ഇറക്കുന്നത്. അയ്യോ, അപ്പോൾ വേറൊരു കാര്യമുണ്ടല്ലോ ഇവിടെ. അതെന്താണെന്നറിയാവോ? ഇന്ത്യയിൽ പ്രായപൂർത്തിയായിട്ടുള്ള ഏതൊരു പുരുഷനും സ്ത്രീക്ക് ഒരുമിച്ച് താമസിക്കാനും ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിക്കാനുമുള്ളൊരു നിയമം ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഗതി അധോഗതിയാണോ? പിന്നെ രജിസ്റ്റർ മാരേജോ? അതിനൊന്നും യാതൊരു നിയമസാധ്യത ഇല്ല ഹിന്ദുക്കളാണെങ്കിൽ. ഈ തലക്കോളം പിടിച്ച ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സംവിധാനത്തിന്റെ തലപ്പത്തൊക്കെ എത്തുന്നത്? ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താ പറയാമോ? എന്തു പറഞ്ഞാലും അതിനകത്ത് മതവും മതാചാരങ്ങളും ജാതിയും മാത്രമേ ഉള്ളൂ എല്ലാ കേസിലും. അതിപ്പം രാഷ്ട്രീയക്കാർക്ക് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പൊതുവെ ഉള്ള കുറെ വട്ടന്മാർക്കും സോഷ്യൽ മീഡിയയിലും എല്ലാം ഇത് തന്നെ, കുറെ കുത്തിത്തിരിപ്പ്. ഇതിനിടയ്ക്ക് നിയമ സംവിധാനം കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടായത്? അയ്യോ, പരമോന്നത നീതിപീഠം പുച്ഛം മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് മറ്റേ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്നത്. മറ്റേ ഗുജറാത്ത് കലാപ കേസിലൊന്നും മോദിയൊന്നും പ്രതിയൊന്നുമല്ല, അതൊന്നും ഇല്ലെന്നൊക്കെ സുപ്രീം കോടതി വിധിയൊക്കെ പറഞ്ഞാലോ. അതൊക്കെ ഈ വകുപ്പിലായിരിക്കും വരുന്നത് കേട്ടോ, അല്ലാതെ വേറെ കേസൊന്നും അല്ല. ഹിന്ദു ആചാരം ഉണ്ടാക്കണമെന്ന് കല്യാണം കഴിക്കുന്നതിന്. പിന്നെ എന്നാ പറഞ്ഞ് കല്യാണം ഭയങ്കര പുണ്യപ്പെട്ട കാര്യമാണ്. രണ്ട് വ്യക്തികൾ കല്യാണം കഴിച്ച് അവരുടെ കുട്ടികളെ ഉണ്ടാക്കുന്നതും അവർ കുടുംബം നോക്കുന്നതും ഒക്കെ എങ്ങനെയാണ് സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള ഒരു പുണ്യപ്പെട്ട കാര്യമാകുന്നത്? അത് അവർക്ക് പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ? അതിനകത്ത് എന്ത് പുണ്യം? പുണ്യപ്പെട്ട കല്യാണം, അയ്യോ വിശുദ്ധ കൊണ എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും. ഇതിനകത്ത് എന്തിനാ നാട്ടുകാരൻ കോടതിയൊക്കെ കയറി ആവശ്യമില്ലാത്ത കളി കളിക്കുന്നത്? ഇപ്പം രണ്ട് മനുഷ്യർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കോടതി കൂടെ പറയണോ? കോടതി പറയുന്നതനുസരിച്ച് നടക്കുള്ളൂ എന്നൊക്കെയാണോ? ഇതിപ്പം മറ്റേ ചുമ്മാ നമ്മളിങ്ങനെ പറയല്ലേ, ഈ ഇല്ലോജിക്കൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തെ പറ്റി ഒരു ഉട്ടോപ്യൻ നിയമങ്ങൾ ഉള്ള വട്ടന്മാരെല്ലാം കൂടെ കയറിയിരുന്ന് ഈ നാട് മുടിപ്പിക്കും. അതാണ് ഇപ്പം ഇതിൻ്റെ അവസാനം. ഇവിടെ ആൾക്കാർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനും മേല, കല്യാണം കഴിക്കാനൊന്നും മേല. കല്യാണം കഴിക്കാൻ കുട്ടികളെ ഉണ്ടാക്കാനും പരസ്പരം ലൈംഗിക ബന്ധത്തിൽ പോലും ഏർപ്പെടാൻ പറ്റത്തില്ല, പ്രേമിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരുടെ പേഴ്സണൽ ലൈഫിലോട്ട് കയറി ഇടപെടുന്ന നിയമമുള്ള രാജ്യങ്ങൾ ഉണ്ട്, ഇഷ്ടംപോലെ കേട്ടോ. ഇറാനൊക്കെ ഉണ്ട്. അതേപോലെയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മറ്റേ സമാധാന ടീമുകളാണെങ്കിൽ ഇവിടെ സനാതന ടീമുകൾ. ഒരു രക്ഷയില്ല. ഇതൊക്കെ ഏത് കോടതി പറഞ്ഞാലും ഇതൊക്കെ ഒരു ഊളത്തരമാണ്, പൊട്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്. ഒന്നാമത്തെ അവർക്ക് രാജ്യത്തെക്കുറിച്ച് അറിയത്തില്ല, രാജ്യത്തിന്റെ സംസ്കാരത്തെ പറ്റി അവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഈവൻ ഇവർ ഈ പറയുന്ന ഹിന്ദുത്വത്തെക്കുറിച്ച് പോലും ഇവർക്ക് അറിയത്തില്ല. ഇത് എങ്ങനെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്? സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും എത്രത്തോളം വ്യത്യാസമുണ്ട്, എത്രത്തോളം ദൈവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്, എത്രത്തോളം ജാതി വ്യവസ്ഥകൾ ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. ഇവർ ഇതിനകത്ത് ഏകീകരണമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? ഇതൊന്നും ഒരു കാലത്ത് നടപടിയാകുന്ന കാര്യങ്ങളൊന്നുമല്ല. സുപ്രീം കോടതി ഇപ്പോൾ ഇനി എഴുത്തും കൊണ്ട് പോയി വേണം കല്യാണം കഴിക്കാൻ അല്ലെ പ്രേമിക്കാനൊക്കെ. വട്ട്. പിന്നെ എന്താ ഇതിനകത്ത് വേറെ ചില കേസുകെട്ടുകൾ കൂടിയുണ്ട്. ഇപ്പോൾ തൻ്റേതല്ലാത്ത കുറ്റത്തിനാൽ ഹിന്ദു എന്നുള്ള സർട്ടിഫിക്കറ്റുള്ള വിശ്വാസികളല്ലാത്ത ഒട്ടനവധി ആൾക്കാർ ഇന്ത്യയിലുണ്ട്. അവരൊക്കെ ഇനി കല്യാണം കഴിക്കേണ്ടതാണോ? അവർ നിർബന്ധപരമായിട്ട് മതത്തിന്റെ ആചാരപ്രകാരം കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെയാണോ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം? അങ്ങനെ ചെയ്യണമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എന്താണ്? 0യോ? അതങ്ങനെ ആക്കാനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? കോടതിയായിട്ടും രാഷ്ട്രീയക്കാരായിട്ടും ചുറ്റി നിൽക്കുന്ന ആൾക്കാരെല്ലാമായിട്ട് കുറെ വിവരം കെട്ടന്മാരെല്ലാം കൂടി മതം വേണ്ടാത്തവൻ്റെയും തലയിലോട്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ നിർബന്ധപരമായിട്ട് ഫോഴ്സ്ഡ് ആയിട്ട് മതം കുത്തിക്കയറ്റാൻ ശ്രമിക്കുക. മതത്തിന്റെ ആചാരപ്രകാരം എല്ലാം നടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുവാണ്.
ഇത് വട്ടൊന്നുമല്ല കേട്ടോ, ഇത് മനഃപൂർവ്വമുള്ളൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കളിയാണ്. ഇതുകൊണ്ടൊന്നും ഒരു ഗുണം ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നില്ല, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇങ്ങോട്ട് ഉണ്ടാകത്തുമില്ല. കൂടുതൽ നശിച്ച് കാരണങ്ങൾ പിടിക്കത്തേ ഉള്ളൂ.